പാർലമെന്റിലെ ഈ ആക്രമണം അതിൽ ഒരു പുകമറ പ്രതിപക്ഷം എന്തായാലും തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം പ്രതിഷേധവും ശക്തമാക്കാനുള്ള നടപടികൾ നാളെ വീണ്ടും പാർലമെന്റ് ചേരാൻ പോവുകയാണ്. കഴിഞ്ഞ 2 ദിവസവും നമ്മൾ കണ്ടതാണ്, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇരു സഭകളും നിർത്തിവെക്കേണ്ട ഒരവസ്ഥ. അത്തരത്തിലായിരുന്നു പ്രതിഷേധം സഭയ്ക്കുള്ളിലും പാർലമെന്റിന്റെ ഇരു സഭകൾക്കുള്ളിലും പുറത്തുമൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഈ പിടിയിലായവർ എന്ന് പറയുന്ന ഈ പ്രതികളുമായിട്ട് ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തിയേക്കുമെന്നറിയുന്നുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. രജനിയും ഈ പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ട അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. 6 പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുമെന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നും പാർലമെന്റ് ഇല്ല, ഞായർ ദിവസമാണ്. അതിനാൽ ഈ ദിവസം കഴിഞ്ഞ ഏതാണ്ട് 4 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന അതിക്രമം പുനർസൃഷ്ടിച്ചുകൊണ്ട് ഒരു തെളിവെടുപ്പ് നടത്തും എന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെ കൂടുതൽ അപ്ഡേറ്റ്സ് പോലീസിന് ലഭിക്കുകയുണ്ടായി. അതായത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മളിത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ ദേഹത്ത് മണ്ണെണ്ണയും മറ്റും ഒഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ചില അതിക്രമം കൂടി കാട്ടുന്നതിനായാണ് ഈ അക്രമികൾ പാർലമെന്റിനകത്തേക്ക് വന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായില്ല. അപ്പോഴേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റും ഇടപെട്ടുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമാണ് പാർലമെന്റിൽ ഉണ്ടായത്. അതല്ലായിരുന്നുവെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് അവിടെ വെച്ച് തന്നെ തീ കൊളുത്തിക്കൊണ്ട് വലിയ ഭീകര അന്തരീക്ഷം പാർലമെന്റിനകത്ത് സൃഷ്ടിക്കാൻ ഈ പ്രതികൾ ശ്രമിച്ചുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതിനാൽ തന്നെ ഇതൊരു ഭീകര സ്വഭാവമുള്ള ആക്രമണമാണ് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. പക്ഷേ ഇതിൽ പലരും നൽകുന്ന മൊഴി, ഈ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആളുകൾ നൽകുന്ന മൊഴി മുൻപ് പഠിപ്പിച്ചതാണ് എന്നത് സംബന്ധിച്ചുള്ള നിഗമനത്തിലേക്കും അന്വേഷണ ഏജൻസികൾ എത്തുന്നു. കാരണം വർഷങ്ങളായി ഏതാണ്ട് 1.5 വർഷത്തെ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ പാർലമെന്റ് അതിക്രമം നടത്തിയത്. പ്രത്യേകിച്ച് പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷികത്തിൽ നടത്തുന്നു. അപ്പോൾ അതെല്ലാം വലിയ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഉത്തരം, അതായത് എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്ന ചോദ്യത്തിന് രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നും വിലക്കയറ്റം രൂക്ഷമാണെന്നും ഒക്കെയുള്ള വാദഗതികളാണ് ഇവർ പറയുന്നത്. പക്ഷേ അത് തെറ്റാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അത് മുൻപ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും ഇവർ പോലീസിന് മുന്നിൽ പറയുന്നു എന്നതേ ഉള്ളൂ. അതിനപ്പുറത്ത് മറ്റു ചില ലക്ഷ്യങ്ങൾ ഈ ശക്തികൾക്കുണ്ട് എന്നത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനായാണ് ഇന്നിപ്പോൾ തെളിവെടുപ്പും മറ്റും നടത്തുന്നത്. ഒരുപക്ഷെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്താണ് ഇതിന്റെ കൃത്യമായ ലക്ഷ്യം എന്നത് സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ശരി, എന്തായാലും ഈ പാർലമെന്റ് അതിക്രമം എന്ന് പറയുന്നത് വർഷങ്ങളുടെ ആസൂത്രണത്തിന്റെ ബാക്കിയാണ് നമ്മൾ കണ്ടത്. ഒപ്പം തന്നെ ഇതിൽ കൂടുതൽ പേര് പങ്കാളികളായിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണം ആ രീതിയിലേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഈ ആസൂത്രണം എന്ന് പറയുന്ന ഈ എഴുത്തുകുത്തുകൾ, അതായത് ലളിത്ചായുടെ എഴുത്തുകുത്തുകളിലടക്കം ഈ നിലപാടുകൾ, തീവ്ര നിലപാടുകൾ വ്യക്തമാക്കുന്ന എഴുത്തുകുത്തുകളാണ് അതെന്ന് കണ്ടെത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് തന്നെ അന്വേഷണം കടക്കേണ്ടതുണ്ട്. വർഷങ്ങളായി നടത്തിയ ആസൂത്രണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ആക്രമണം പാർലമെന്റിൽ ഉണ്ടാക്കിയതെന്നും അറിയുന്നുണ്ട്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നടത്തേണ്ടതും അനിവാര്യമായിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്.